ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഒരു സിമ്പിൾ ടോപ്പിക് ആണ്. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? ഇവിടെ 4 പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്. 4 അല്ല 5 പ്രോപ്പർട്ടി ഉണ്ട്. 5ാമത്തെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞുതരാം, കേട്ടിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ട്രാവൽ ഫ്രം നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. ഒരു ബാർ മാഗ്നറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ബാർ മാഗ്നറ്റ് നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? പുറത്താണെങ്കിൽ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ട്രാവൽ ചെയ്യും. ഉണ്ടോ? നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ട്രാവൽ ചെയ്യും. ഇനി മാഗ്നറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അത് സൗത്തിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യും? നോർത്തിലേക്ക് ട്രാവൽ ചെയ്യും. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. പുറത്താണെങ്കിൽ മാഗ്നറ്റിന്റെ വെളിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ട്രാവൽ ചെയ്യും. ഇനി മാഗ്നറ്റിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ട്രാവൽ ചെയ്യും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ഫോം ചെയ്യും? ക്ലോസ്ഡ് ലൂപ്പിനെ ഫോം ചെയ്യും. ഉണ്ടോ? ക്ലോസ്ഡ് ലൂപ്പിനെ ഫോം ചെയ്യും. അതുപോലെയാണെങ്കിൽ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യത്തില്ല മക്കളെ? കൂട്ടിമുട്ടാറില്ല. സോ നോക്ക്, ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഒരിക്കലും 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടാറില്ല. അങ്ങനെ മുട്ടിക്കഴിഞ്ഞാലോ? നിങ്ങൾക്കറിയാം, മുട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലാണെങ്കിൽ, എവിടെയെങ്കിലും പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും. ശരിയാണോ? സോ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് നിങ്ങൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും. ആ പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും. അങ്ങനെയെങ്കിൽ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ത് ചെയ്യാം? നമുക്ക് 2 മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വരയ്ക്കാൻ കഴിയും. സോ ഒരു പോയിന്റിൽ 2 മാഗ്നറ്റിക് ഇന്റൻസിറ്റി, അത് പോസിബിൾ ആണോ? 2 ഡയറക്ഷൻ പോസിബിൾ ആണോ? അല്ല, അത് പോസിബിൾ അല്ല. അപ്പോൾ പറയും 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദി 2 ഡയറക്ഷൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ഒരു പോയിന്റിൽ. അത് പോസിബിൾ ആണോ? അത് ഒരിക്കലും എന്തില്ല മക്കളെ? പോസിബിൾ അല്ല. മനസ്സിലായത്? പോസിബിൾ ആണോ? ഇതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. സോ ഇവിടെ നമുക്ക് 5ാമത്തെ പോയിന്റ് ഇവിടെ മാറ്റി എഴുതാം. ദ ടാൻജന്റ് അറ്റ് എ പോയിന്റ് in magnetic field line will give the direction of magnetic field intensity at that point. എന്താ പറഞ്ഞേ? ദ ടാൻജന്റ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. മനസ്സിലായോ? സോ അങ്ങനെയെങ്കിൽ ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഡയറക്ഷൻ ഉണ്ട്. ആ 2 ഡയറക്ഷൻ പോസിബിൾ ആണോ? അല്ല, 2 ഡയറക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ പറയാം, 2 magnetic field lines never intersect each other. If they did, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ there would be 2 directions of magnetic field at a point which is not possible. ഓക്കെ ആണോ? ശരി. അടുത്തത്, magnetic field lines exist inside every magnetized material. സോ ഏത് മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും ആ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിന്റെ ഉള്ളിൽ എന്ത് കാണും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണും. കണ്ടോ? ഉള്ളിൽ എന്ത് ചെയ്യും മക്കളെ? ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണും. മനസ്സിലായോ? സോ ഏത് മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ എടുത്താലും അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും ആ മെറ്റീരിയലിന്റെ ഉള്ളിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. സോ ഇവിടെ 5 പോയിന്റ് ഉണ്ട്. നമുക്കറിയാം 5ാമത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. എന്താണ്? ദ ടാൻജന്റ് gives the direction of magnetic field intensity. ഓക്കെ ആണോ? ഇങ്ങനെ എത്ര പോയിന്റ് ഉണ്ട്? 5 പോയിന്റുകളുണ്ട്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്.
സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി.